ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? കർത്താവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണല്ലോ ഇന്ന്. വലിയ വെള്ളിയാഴ്ച എന്നറിയപ്പെടുന്ന ഈ ദിവസം, ഇന്നത്തെ ദിവസം അല്പസമയം ചിന്തിക്കാനായിട്ട് എടുത്തിരിക്കുന്ന വചനം, നമ്മൾ ശ്ലീബ വന്ദിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ്. മിശിഹാ കർത്താവേ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് ആ കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം കുരിശ് കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ്. ആ കുരിശിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശു മിശിഹായെയാണ്. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, നമ്മുടെ രോഗങ്ങൾ വഹിച്ചു, നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ആശങ്കകളും നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം അവൻ കുരിശിൽ ഏറ്റെടുത്താണ് ജീവൻ വെടിഞ്ഞത്. കർത്താവ് ജീവൻ വെടിയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ലോക ചരിത്രത്തിൽ നമ്മൾ മറ്റെങ്ങും കാണാത്ത തരത്തിലുള്ള വളരെ വിലപ്പെട്ട ഒരു പ്രാർത്ഥനയാണത്. സാധാരണ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ചു വേദനിപ്പിക്കുവാൻ ഉള്ള മനസ്സാണ് മനുഷ്യനുള്ളത്. പ്രതികാരം മനുഷ്യ സഹജമായ വികാരമാണ്. വേദനിപ്പിക്കുന്നവരെ തിരിച്ചു വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുക. ഇനി അതിൽ നിന്നും സാധ്യമല്ല എങ്കിൽ ശപിക്കുകയും അതുപോലെ തന്നെ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള വാക്കുകൾ പറയുകയൊക്കെ ചെയ്യുക. അത് മനുഷ്യ സഹജമായ കാര്യമാണ്. കർത്താവ് ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ കർത്താവ് എല്ലാം ക്ഷമിച്ചുകൊണ്ട്, സ്നേഹം തന്നെയായ കർത്താവ്, സ്നേഹം എന്തെന്ന് നമ്മളെ കാണിച്ചു തരുന്ന കർത്താവ് ഇതാ കുരിശിൽ ജീവൻ വെടിയുന്നതിന് മുമ്പ് വേദനയുടെ മധ്യത്തിൽ വേദനിപ്പിച്ചവരെ നോക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിലും ആ വേദനിപ്പിച്ചവർക്കും പീഡിപ്പിച്ചവർക്കും പടയാളികൾക്കും പരീശന്മാർക്കും സന്നിധി സംഘത്തിനൊക്കെ അറിയാം കർത്താവിനെ അവർ എന്താണ് ചെയ്യുന്നതെന്ന്, പീഡിപ്പിക്കുകയാണെന്ന്. പക്ഷെ കർത്താവ് അവരെ അങ്ങനെ കാണുന്നില്ല. കർത്താവ് കാണുന്നത് അവരെ നിഷ്കളങ്കരായിട്ടാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഇവരോട് ക്ഷമിക്കണമേ. ശപിക്കേണ്ട സ്ഥലത്ത് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു. പ്രതികാരം ചെയ്യേണ്ട സ്ഥലത്ത് ക്ഷമ ദാനമായി നൽകുന്നു. എല്ലാം സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന യുദാത്തമായ പ്രാർത്ഥന അവിടെ കർത്താവിൻ്റെ കൂടെയുള്ള 2 കള്ളന്മാർ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ കള്ളന്മാരത് കേട്ടപ്പോൾ ഒരു കള്ളൻ യാതൊരു അനുതാപവും ഇല്ലാത്ത രീതിയിൽ കർത്താവിനെ പുച്ഛിച്ചു തള്ളുമ്പോൾ ആ മറ്റേ കള്ളൻ്റെ പ്രാർത്ഥന, ആ മറ്റേ കള്ളൻ കർത്താവിനോട് പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ. കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ ബലഹീനനാണ്. കർത്താവേ, എന്നെ ഓർക്കണമേ. ഇതാണ് നല്ല കള്ളൻ്റെ പ്രാർത്ഥന.
അതാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈ വലിയ വെള്ളിയാഴ്ച ദിവസം കുരിശ് കുമ്പിടുമ്പോൾ കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ വേദനയിൽ ഒരല്പം പങ്കുചേരാൻ പറ്റുമോ, ആ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഒരല്പം പങ്കുചേർന്നുകൊണ്ട് കർത്താവിനൊരു ആശ്വാസം നൽകിക്കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആത്മത്തിന് രക്ഷ നൽകാനാണ് നീ വന്നത്. ഈ കുരിശ് മൂലമാണ് ഞങ്ങൾക്ക് രക്ഷ. നീ കുരിശിൽ മരിച്ചതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നത്. ഞങ്ങളുടെ ആത്മാക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മാക്കളെല്ലാം നശിച്ച് നരകത്തിൽ പോകേണ്ടതാണ്. കൊണ്ട് കർത്താവേ, ആ കള്ളനെ പോലെ, ആ നല്ല കള്ളനെ പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ ഓർക്കണേ. കർത്താവേ, അവിടുന്ന് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു മനുഷ്യനും ക്ഷമിക്കാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഈ ദിവസം ഞങ്ങളിൽ നിറയ്ക്കണമേ. ക്ഷമിക്കുവാനും സഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. വലിയ യുദ്ധത്തിൻ്റെ കാലത്ത്, വലിയ പ്രതിസന്ധികളുടെ കാലത്ത്, വലിയ വേദനകളുടെ നടുവിൽ ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, സ്നേഹിക്കുവാൻ, കരുണ കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.